വെൽക്കം ടു ബഹ്റിൻ ജേണി സീരീസ് 2. ഞാനിവിടെ എത്തിയത് ഫാമിലി വിസയിലായിരുന്നു. ശ്രീയേട്ടൻ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതായത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കണക്ഷൻസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ എത്തി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാർട്ട് ടൈം ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ആ ജോബ് കിട്ടിയത് നമ്മുടെ ഫാമിലി ഫ്രണ്ട് മിസ് ചേച്ചി ത്രൂ ആയിരുന്നു. മിസ് ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 days per week ഒരു 4 to 5 hours ജോബ്. അങ്ങനെയായിരുന്നു ആ ജോബിൻ്റെ ഒരു രീതി. നമ്മളൊരു പുതിയ രാജ്യത്തെത്തുമ്പം അവിടെ പുതിയ സാധ്യതകളെല്ലാം അന്വേഷിക്കുമ്പം അതുവരെയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ളതിൻ്റെ ജോലി സാധ്യത ഇവിടെ കുറവായിരിക്കാം. പുതിയതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷന് നമ്മളത് മാച്ച് ആവുന്നുണ്ടാവില്ല. അങ്ങനെയെല്ലാം ഉള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഇങ്ങനെ ഒരു സംശയം തോന്നി നിൽക്കുന്ന സ്റ്റേജിൽ ഇതുപോലെ ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമ്മളെ CV അവിടെ കൊടുത്തു പറഞ്ഞ് ഞാൻ നേരെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോയിൻ ചെയ്തു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ മിസ് ചേച്ചിയോട് എപ്പോഴും ഞാൻ പറയും, എന്നെ ആദ്യം ബഹ്റിനിൽ വന്ന് എൻ്റെ ഫസ്റ്റ് ജോബ് ഇതാണ്, അപ്പോൾ എന്നെ വിശ്വസിച്ചാളും മിസ് ചേച്ചിയാണ് എന്നുള്ളത്. നമ്മളെല്ലാവരുടെ ലൈഫിലും ഇതുപോലെ ആൾക്കാരുണ്ടാവാം. ഇനി അങ്ങനെയല്ലാതെ നമ്മൾ പോകുന്നതാണെങ്കിൽ അതെപ്പോഴും കൂടുതൽ നമുക്ക് കോൺഫിഡൻറ്റ് തരുന്നൊരു കാര്യമാവാം. പിന്നീട് ഞാനും ഇതുപോലെ കുറച്ച് പേരുടെയെങ്കിലും ലൈഫിൽ ഫസ്റ്റ് ജോബ് ഓഫർ ചെയ്ത ആളായിട്ടും അവരുടെ കരിയർ ജേർണിയിൽ ഒരു പാർട്ടായിട്ടും എല്ലാം വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം മേ ബി ഞാൻ എന്നെ തന്നെ ആയിരിക്കാം അവരിൽ കണ്ടിട്ടുണ്ടാവുക.